എന്തായാലും ഈ ഒരു പേര് തന്നെ കുറച്ച് വ്യത്യാസമാണ്, വത്സല ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ട്. ആൻഡ് അടിയിൽ ഒരു ക്രിഞ്ച് കല്യാണം. എന്താണ് ഈ ക്രിഞ്ച് കല്യാണം? കല്യാണം പടത്തിന്റെ ഒരു മൊത്തത്തിലുള്ള പരിപാടി, ഒരു കല്യാണവും ക്ലബ്ബും തമ്മിലുള്ള ഒരു കണക്ഷൻ ഒക്കെയാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു വത്സല ക്ലബ്ബ് എന്ന് പറയുമ്പോഴത്തേനും എനിക്ക് പോസ്റ്ററിലൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം എന്തൊക്കെയോ ഭയങ്കരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. സോ ഓവറോൾ എന്താണ് അവിടുത്തെ അത്രയും വലിയൊരു സംഭവത്തിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ? ലൈക്ക് എന്തെങ്കിലും കല്യാണം മുടക്കുന്നതാണോ, അല്ലെങ്കിൽ കല്യാണം കുറച്ചുകൂടെ അടിപൊളിയാക്കുന്നതാണോ? ഇപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും എന്താണ് ഇതിനകത്ത് നടക്കുന്നതെന്ന്. അപ്പൊ എന്താണ് സംഭവം? ഇതൊരു സാങ്കല്പിക ഗ്രാമത്തിന്റെ കഥയാണ്. ഓക്കെ, അവിടെ ആകെയുള്ള ഒരു വിനോദം എന്ന് പറയുന്നത് കല്യാണം മുടക്കലാണ്. അപ്പൊ അങ്ങനെ ഏറ്റവും കൂടുതൽ കല്യാണം മുടക്കിയ ആളിന് അവിടെ ഒരു സമ്മാനം കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഓക്കെ, അപ്പൊ അവിടെ വത്സല ക്ലബ്ബിലെ അംഗങ്ങൾ എല്ലാവരും ചേർത്ത് ഒരു കല്യാണം നടത്തണം എന്നുള്ളൊരു, അപ്പോൾ കല്യാണം മുടക്കുന്ന ഒരു ടീമും കല്യാണം നടത്തണമെന്ന് വിചാരിക്കുന്ന ഒരു ടീമും അവരുടെ ഒരു ഇതാണ്, ഒരു ക്ലാഷ് ആണ്. ആരാണ് കല്യാണം മുടക്കി? കല്യാണം മുടക്കി ടീംസ് വന്നിട്ട് അതിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അല്ല ഞാനങ്ങനെ ഡയറക്റ്റ് ഒരാളല്ല. അല്ലല്ല, ഇത് കല്യാണം മുടക്കിയ ടീമിലില്ല. ഇല്ല. അപ്പൊ ഇതിനകത്ത് ഇപ്പൊ കാർത്തിക്കിന്റെ കല്യാണമാണ് മുടക്കുന്നത്. ആക്ച്വലി ക്ലബ്ബുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു സംഭവം കൂടെ വരുന്നുണ്ട്. ഇതില് ഞാൻ ചെയ്യുന്ന ചൊവ്വ വേണു എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ, അപ്പം ചൊവ്വ വേണു എന്ന പേര് തന്നെ ഉള്ളതെന്ന് പറയുന്നത് ചൊവ്വാദോഷമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഓൾറെഡി കല്യാണം നടക്കുന്നത് തന്നെ കഷ്ടമാണ് ഈ ജാതകത്തിന്റെ ഇതുള്ളതുകൊണ്ട്. ആ കൂട്ടത്തിൽ ഒരു കല്യാണം നടത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഒരാളെ അവർ മനഃപൂർവ്വം മുടക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള ആ ഒരു ഇതാണ് അയാളുടെ കൂടെ ഇവരെ സുഹൃത്തുക്കളെല്ലാവരും കൂടെ ഉള്ള ഒരു യാത്ര. ലാസ്റ്റ് പെണ്ണ് കെട്ടുന്നുണ്ടല്ലോ അല്ലേ? ഉണ്ട്, ഒരുപാട് കഷ്ടപ്പാടുകൾക്ക് ശേഷം ഇതാണ് പെണ്ണ്. ഓക്കെ, അപ്പം ആ ഒരു ഭയങ്കര സ്ട്രഗിൾ ഒക്കെ ഉണ്ടായിരുന്നോ ഇതിനകത്ത്, ആ സ്റ്റോറിക്കകത്ത്? അതെന്താ, അതിന്റെ കാര്യം എന്താ? നമ്മളെ സ്ട്രഗിൾ ചെയ്യിപ്പിക്കുകയായിരുന്നു. ആണല്ലേ? എങ്ങനെ? ലൈക്ക് നമ്മളെ പാവമാണോ? കഴിഞ്ഞ ഇന്റർവ്യൂവിൽ പാവം, ഈ ഇന്റർവ്യൂവിൽ നമുക്ക് വേറൊരു രീതിയിൽ. ഓക്കെ, സോ യെസ്, അപ്പൊ അവിടുന്ന് തുടങ്ങിക്കോ. എന്തൊക്കെയായിരുന്നു അവിടുന്നുള്ള സ്ട്രഗിൾ എന്ന് പറയുന്നത്? ഇപ്പൊ വത്സല ക്ലബ്ബ് എന്ന് പറഞ്ഞ ഗൗരി എന്താണ് മനസ്സിലാക്കിയത്? ക്ലബ് എന്ന് പറഞ്ഞാ തലതിരിഞ്ഞ കുറച്ച് പേരുടെ ഒരു ക്ലബ്. ആൾക്കാരാണെന്നാണോ പറയുന്നത്? ഓക്കെ, ക്ലബ് അങ്ങനെയാണ്. അപ്പൊ ഇവരെല്ലാരും ക്ലബിലുള്ളവരാണോ? ക്ലബിലുള്ളവരാണ് ഈ പോസ്റ്ററിൽ ആ പോസ്റ്ററിൽ ഈ ഉള്ള 5 പേര് ഇതിലുള്ള ആൾക്കാരാണ്. 5 പേര് ക്ലബിന്റെ ആൾക്കാരാണ്. ഓക്കെ, അപ്പൊ ഇതിനകത്തൊരു ഫൈറ്റ് സീനോ അങ്ങനെ അല്ലെങ്കിൽ ഭയങ്കര കോമഡി ആയിട്ട് മാറിയ എന്തെങ്കിലും സീൻ ഉണ്ട്? ഭയങ്കര സീരിയസ് ആയിട്ട് എടുത്തിട്ട് ഭയങ്കര കോമഡി ആയി പോയത്? സീരിയസ് ആയിട്ട് എടുത്തിട്ട് കോമഡി ആയിട്ടൊന്നുമില്ല, കോമഡി ആയിട്ട് തന്നെ എടുത്ത സാധനങ്ങളേ ഉള്ളൂ. പക്ഷെ എന്നാൽ ഫൈറ്റ് സീൻ ഉണ്ട്, ഇദ്ദേഹത്തിനാണ് ഫൈറ്റ് സീൻ. ഓക്കെ, അത് എന്തെങ്കിലും ഇൻസിഡന്റ് ഷെയർ ചെയ്യാനുണ്ടോ? എന്തെങ്കിലും ഭയങ്കര അടിപൊളിയായിട്ട് നടന്ന എന്തെങ്കിലും? ഓക്കെ, അപ്പൊ ആ 3 അടിയിലേക്ക് അത് മനഃപൂർവ്വം ഫോക്കസ് പോയി. മറ്റേ സംഭവം പല ആംഗിളിൽ നിന്ന് ഷൂട്ട് ചെയ്തപ്പോ ഇവിടെ അഭിനയത്തിന്റെ മികവ് കൊണ്ട് അവർക്ക് 3-4 ആംഗിൾ അടി കിട്ടിയതുകൊണ്ടല്ല, അത് കിട്ടിയതുകൊണ്ടല്ല, കിട്ടിട്ട് അടുത്ത സീനൊക്കെ മറന്നുപോയി. തരിപ്പ് ഇപ്പോഴും പണ്ട് മൂളിയെന്ന് കേട്ടിട്ടേ ഉള്ളൂ കുറച്ച് സംഭവം. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഗൗതമും കൂടി ഉണ്ടല്ലോ, ഒരു സ്റ്റാൻഡപ്പ് കൊമേഡിയനൊക്കെ കൂടെ ആണല്ലോ ഗൗതം. ഗൗതം ഉണ്ട്, പിന്നെ നമ്മുടെ വേറെ അനീഷ് ഉണ്ട്, ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. ജിബിൻ ഗോപിനാഥ്, അരുൺ സോൾ. ഓക്കെ, അപ്പം ആ ഒരു ഗൗതമിന്റെ ഒക്കെ ഒരു സീൻ വരുമ്പോഴേക്ക് അവിടെയും സെറ്റിലും അങ്ങനെ തന്നെയായിരുന്നു, അതോ കുറച്ച് സീരിയസ് ആയിട്ടുള്ള ആളാണ്? അവനെ ഫസ്റ്റ് ദിവസം തന്നെ ഇവിടെ കാമുകനായിട്ട് അഭിനയിക്കുന്നതാണ് പുള്ളി. അവനെ ചവിട്ടി പിടിച്ചിട്ട് പിന്നെ അതിനുശേഷം അവൻ അനങ്ങിയിട്ടില്ല, അവൻ സെറ്റില് വാർന്നിട്ടില്ല. ഇതൊക്കെ സത്യമാണോ ഗൗരി? അല്ല, തിയേറ്റർ ഒക്കെ പഠിച്ചാണ്. അപ്പൊ ഇവള് പറയണെന്ന് വെച്ചാൽ അഭിനയം എന്ന് വെച്ചാൽ ബിഹേവിംഗ് ആയിരിക്കരുത്, നമ്മൾ അതേ കണക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവൾ എല്ലാ റിയാലിറ്റിയിലാണ്. നമ്മൾ ജനങ്ങളെ കബളിപ്പിക്കരുത് ആണെന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പൊ ഈ നിങ്ങളുടെ കൂട്ടത്തിലെ സെറ്റില് ഏറ്റവും കൂടുതൽ ഭയങ്കരമായിട്ട് എപ്പോഴും ഫുഡിന് വേണ്ടിയിട്ട് ഓടി നടന്ന ആളായിരുന്നു? ഫുഡിന് വേണ്ടിയില്ല, ഉണ്ടംപുരി ബോണ്ട ഫുഡായിരുന്നു, കാർത്തികായിരുന്നു. അല്ല, എനിക്ക് നമുക്കന്ന് ഞാൻ കഴിച്ച സാധനം ഡേറ്റ്സ്, ഒരു വലിയ ഡേറ്റ്സ് ഒക്കെ കൊണ്ടുവന്ന് കണ്ടാ അവനെ ഫുഡ് ചെയ്യണം തോന്നൂലെങ്കിലും
നമ്മളെ കൂട്ടത്തിൽ നല്ല പോളിംഗ് ആണല്ലേ? നല്ല പോളിംഗ് ആണ്. ഓക്കെ, ഇനി വേറൊരു കാര്യം ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പം എല്ലാവരും ആക്ച്വലി സോഷ്യൽ മീഡിയയിൽ കൂടെ കുറേയൊക്കെ എല്ലാവരും ഒത്തിരി ഫേമസ് ആവുന്ന കാലമാണ്. അപ്പം നമ്മൾ കോവിഡ് ടൈമിലാണെങ്കിലും കാർത്തിക് ഒരുപാട് കോവിഡ് ടൈമിലാണ് എല്ലാവരുടെയും മനസ്സിലേക്ക് എത്തിപ്പെട്ടത്. ആൻഡ് അത് കഴിഞ്ഞ് ഡയറക്ടർ എന്നുള്ളൊരു വേഷത്തിലേക്ക് മാറുകയും അതുപോലെ തന്നെ കൈവെക്കാത്ത മേഖല ഒന്നും ഇല്ലാന്ന് തോന്നുന്നല്ലേ? സോ അപ്പം അതിന്റെ ഒരു ജേർണിയൊക്കെ ഒന്ന് പറയാമോ? ഇപ്പൊ ഒരുപാട് പേര് അങ്ങനെ വരുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ നിന്ന് സിനിമ അതിലേക്കിട്ടൊക്കെ. അന്ന് ഓക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ ആളുകളൊക്കെ ഈ സോഷ്യൽ മീഡിയ ഒന്ന് ഇതായി വരുന്നുള്ളൂ. പിന്നെ ലോക്ക്ഡൌണിൽ നമുക്കെന്തോ ഒരു ദൈവാനുഗ്രഹം കൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റി, ക്ലിക്കായി അങ്ങനെ വന്നു. ഇപ്പം കുഴപ്പമില്ല, ഇപ്പൊ സിനിമകളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ ഇതായിട്ട് വരുന്നുണ്ട്. ഞാൻ സിനിമ വന്നത് തന്നെ ലോക്ക്ഡൌണിൽ നമ്മളെ പ്രീമിയർ പത്നി സീരീസ് തെക്കൻ തല്ല് കേസിലോട്ട് തന്നെ അത് കണ്ടിട്ടാണ് വിളിക്കുന്നത്. ഇൻസ്റ്റാഗ്രാം തുടങ്ങുന്നത് ലോക്ക്ഡൌൺ സമയത്താണ്. എല്ലാം ഓണായത്. ഇപ്പൊ സോഷ്യൽ മീഡിയ ഇപ്പം ഇദ്ദേഹത്തിന്റെ ഉണ്ണികൃഷ്ണൻ അദ്ദേഹത്തിന്റെ വീഡിയോസ് കണ്ട് ഞാൻ കമന്റ് ചെയ്ത് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അത്രയ്ക്ക് ഞങ്ങൾ ഒരുമിച്ച് കാണുന്നത് ഈ പടത്തിലാണെങ്കിലും ഗംഭീരമായിട്ട്. കാരണം നമ്മൾ ഡബ് സ്മാഷ് കണ്ടിട്ടുണ്ട്, പക്ഷെ ഈ ഡബ് സ്മാഷ് അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ അത് ഓൺ വോയിസിൽ ഒരു സീൻ നമ്മൾ ഓൺ വോയിസിൽ നമ്മുടേതായിട്ടുള്ള രീതിയിൽ ചെയ്ത് അത് ഗംഭീരമായിട്ട് ചെയ്യുന്നൊരു ആളാണ്. ഇപ്പൊ ഇവര് പറഞ്ഞതുപോലെ ഇവരുടേതായ വീഡിയോസ് ഇപ്പം ലോക്ക്ഡൗൺ സമയത്തുണ്ടായി. അപ്പോൾ അതിൽ നിന്ന് സിനിമയിലേക്ക് വിളിയുന്നു എന്ന് പറയുമ്പോൾ അപ്പോൾ നമുക്ക് നമ്മളെ ഷോക്കേസ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം എന്നുള്ള രീതിയിൽ ഞാൻ ഡസ്മാഷിൽ നിന്ന് മാറി സ്വന്തം ശബ്ദത്തിൽ വീഡിയോസ് ചെയ്തു തുടങ്ങി. അപ്പോൾ അതിൽ നിന്നാണ് എനിക്ക് എന്തെങ്കിലുമൊക്കെ ചാൻസുകൾ കിട്ടുന്നുണ്ടെങ്കിൽ ആ രീതിക്കാണ് വന്നിട്ടുള്ളത്. ഇപ്പം ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം പടം പോലെയാണ്. ഇവരുള്ള എല്ലാ ആൾക്കാരും എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആൾക്കാരാണ്. ഇവരുടെ മുമ്പത്തെ പടങ്ങളിലും ചെറിയൊരു വേഷങ്ങളും ചെയ്തിട്ടുണ്ട്. സോ അപ്പം എന്തായാലും സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഭയങ്കര ആക്റ്റീവ് ആയതുകൊണ്ട് തന്നെ ബിഗ് ബോസിനെ പറ്റിയൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഇപ്പം കൊണ്ടാടുന്നത് ബിഗ് ബോസ്. എന്തിനാണ് കൊണ്ട് ബിഗ് ബോസ് കൊണ്ട് ഞാൻ ചോദിക്കാൻ വരുന്നത് വെച്ചാല് നിങ്ങളുടെ ഫ്രണ്ട്സ് അവിടെ ഉണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ ആരൊക്കെയാണ്? എന്റെ ഇന്റിമേറ്റ് ഫ്രണ്ട് ഉണ്ട്, ലാലേട്ടൻ എന്ന് പറയും, സിനിമയിലൊക്കെ ഉണ്ട്. എന്റെ വളരെ നല്ല സുഹൃത്താണ് അദ്ദേഹത്തിന്. ഓക്കെ, സോ അപ്പം കാർത്തിക് സൂര്യക്ക് എന്തായാലും സോറി കാർത്തിക് ശങ്കർ ഞാൻ ആക്ച്വലി കാർത്തിക് സൂര്യയുടെ കാര്യം പറയാൻ വരുമായിരുന്നു. കാർത്തിക് സൂര്യയും അതുപോലെ തന്നെ ഷസാം അവരൊക്കെ ആയിട്ട് ഭയങ്കര ഫ്രണ്ട്സ് ആണല്ലോ. അപ്പൊ എന്തായാലും ഇവരും കാർത്തിക് സൂര്യ ഉടക്കാണ്. അതെ അതെ, ഞങ്ങൾ ശത്രുക്കളാണ്. അപ്പൊ അവരൊക്കെ ആയിട്ട് എന്തെങ്കിലും പുതിയ എന്തെങ്കിലും പ്ലാൻ, എന്തെങ്കിലും മീഡിയ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ അസോസിയേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അങ്ങനെ എന്തെങ്കിലും പ്ലാൻസോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? ഒന്നാമത്തെ കാര്യം, ഞാൻ ഈ മീഡിയ സംബന്ധമായിട്ടുള്ള എന്നെ ഏതെങ്കിലും ഒരു ഇൻഫ്ലുവൻസർ മീറ്റിൽ കണ്ടിട്ടുണ്ടോ? ഞാൻ ഒന്നിനും പോകാറില്ല. ഞാൻ വളരെ റയറായിട്ട് 1-2 ഇതിലൊക്കെ പോയിട്ടുള്ളൂ. ഞാൻ ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ അങ്ങനെയുള്ള മീറ്റുകൾ, അങ്ങനെയുള്ള ഫംഗ്ഷൻസിൽ ഒന്നും പോകാത്ത ഒരാളാണ്. കാരണം ഞാൻ അങ്ങനെ ഒരു ഷോർട്ട് ഫിലിം ചെയ്യുക, വെബ് സീരീസ് ചെയ്യുക, അത് കഴിഞ്ഞ് അത് കയറിയിരിക്കുക, എന്തെങ്കിലും ഇന്റർവ്യൂസ് കാര്യങ്ങൾ എന്തെങ്കിലും വരുവാണെങ്കിൽ കൊടുക്കുക, എത്രേ ഉള്ളൂ. പിന്നെ ഇവരെയൊക്കെ എന്തോ ഷസാമിന്റെ വീഡിയോസ് ഞാൻ കണ്ട് അങ്ങോട്ട് മെസ്സേജ് അയച്ചിട്ടുള്ള അങ്ങനെയുള്ള ഒരു പരിചയം അദ്ദേഹത്തിന് തുടക്ക സമയത്ത്. കാർത്തിക്കിനെയും ഞാൻ ഏതോ ഒരു അവാർഡ് ഫംഗ്ഷനിൽ എന്തോ വെച്ചിട്ടാണ് എപ്പോഴും ഒന്ന് കണ്ടതാണ്. എന്നിട്ട് ഞങ്ങൾ സൗഹൃദമുണ്ട്, ഇതൊക്കെ ഉള്ളൂ. പക്ഷെ ബാക്കി ആൾക്കാരെല്ലാം ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയുള്ള ആളുകളുമായിട്ടൊക്കെ ഞാൻ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ട് അങ്ങോട്ട് മെസ്സേജ് അയക്കുന്നല്ലാതെ ഞങ്ങൾ അങ്ങനെ ഈ ഇൻഫ്ലുവൻസർ മീറ്റിന് പോവുക, അതിൻ്റെ ഇതിന് പോവുക, അങ്ങനെ ഞാൻ അതിന് ചെയ്യാറില്ല. അങ്ങനെയുള്ള ഒരു ഇതിലേക്ക് നമ്മുടെ ശ്രദ്ധ പോയിട്ടില്ല. അങ്ങനെ എനിക്ക് അതിനോട് ഒരു ഇച്ചിരി, കാരണം പ്രത്യേകിച്ച് ഒരുപാട് ക്രൗഡൊന്നും നമുക്ക് അത്ര അങ്ങോട്ട് താല്പര്യമില്ലാത്ത ഒരാളായതുകൊണ്ട് ഒതുങ്ങി നിൽക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഞാൻ ചോദിച്ചതിന്റെ ബാക്കി ചോദിച്ചില്ലായിരുന്നു, ബിഗ് ബോസിൽ ആർക്കൊക്കെ ഫ്രണ്ട്സ് ഉണ്ടെന്ന് ഇവിടെ പറഞ്ഞു. ഇപ്പൊ ലാലേട്ടനെ പറഞ്ഞു. ഇനി അപ്പൊ കാർത്തികിന് ആർക്കൊക്കെ ഫ്രണ്ട്സ് ഉണ്ട്? എനിക്ക് മറ്റേ ബിഗ് ബോസ് മറ്റേ പറയുന്ന ആള് സമയം 7:30 അടുത്ത സുഹൃത്താണ്, ഇടയ്ക്ക് വിളിക്കും. പുള്ളിയുടെ പേര് രഞ്ജൻ നായർ എന്നാണ് പുള്ളിയുടെ പേര്. രഞ്ജു എന്ന് വിളിക്കും. രഞ്ജു നമ്മുടെ ഓക്കെ. അപ്പം അതിനകത്ത് ഇപ്പം ഗൗരിക്കാണെങ്കിലോ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടോ ബിഗ് ബോസില്? ആരുമില്ല. എവിടെയോ ആരുമില്ല. സോ അവിടെ ഉള്ള ബിഗ് ബോസിൽ വിളിച്ചാണ് പുള്ളി പോയില്ല. രണ്ടുകൂടെ ക്ലാസ് ആവോ സാറേ? റിലീസ് അവിടെ ഇറങ്ങി ഓടുന്നില്ല, അത് വിഷയമായി. ഇക്കൂട്ടത്തിൽ ആർക്കെങ്കിലും ബിഗ് ബോസിൽ പോകാൻ ഒരു അവസരം കിട്ടിയാൽ പോവോ? അവസരം കിട്ടിയ സമയം ഷൂട്ട് കിടക്കണം തൊട്ടടുത്ത്. പിന്നെ ഓക്കെ, അപ്പോഴ ഇപ്പൊ എന്തായാലും ഒരു അടിപൊളി കണ്ടസ്റ്റന്റ് എന്ന് പറയാനായിട്ട് ആരാണ് പറയാൻ പറ്റുക? റെഗുലറായിട്ട് കാണുന്ന ഒരാളല്ല. റീൽസ് ഒക്കെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇങ്ങനെ കാണാറുണ്ടല്ലോ, ഒരു പെർഫോമൻസ് ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എല്ലാവരും ഒന്നിനൊന്നും വെച്ചോണം, അല്ലേ കാർത്തിക്? അല്ലേ? നമുക്ക് ആധികാരികമായിട്ട് പറഞ്ഞു. അല്ല, എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് നേരത്തെ മറ്റേ അഖിൽമാരാറുള്ള സീസണിൽ കുറച്ച് സാധനങ്ങളൊക്കെ പിന്നെ വീട്ടിലൊക്കെ ഇരുന്ന് കാണുന്നത്, അതൊക്കെ ആളുകൾ അങ്ങനെയൊക്കെ കണ്ടിട്ടുള്ള പരിചയമുള്ളൂ. ഞാൻ റെഗുലറായിട്ട് കാണുന്നതല്ല, അങ്ങനെ പരിചയമില്ല അതിനകത്തിലെ ആളുകളൊക്കെ. പിന്നെ ഈ റീൽസിലൊക്കെ ശരി റീൽസിലൊക്കെ വരാറുണ്ടെന്ന് കാണുന്നതല്ലാതെ ബിഗ് ബോസിൽ എൻ്റെ ഒരു
അടുത്ത കുട്ടിയുണ്ട്, അനുമോൾ അനുകുട്ടി, നമ്മുടെ അനിയത്തി കുട്ടിയാണ്. കോൺട്രവേഴ്സിയും കാര്യങ്ങളൊക്കെ അതെ അതെ അതെ, അതുകൊണ്ട് ഞാൻ വെറുതെ വായി വെച്ചോണ്ട് മിണ്ടായിരിക്കുന്നു. പിന്നെ ഇനിയിപ്പോ ഇത് അവൾ വെളിയിറങ്ങുമ്പോൾ ഇത് കാണുമ്പം എന്തായാലും ചേട്ടാ എന്റെ പേര് പോലും പറഞ്ഞല്ലോ ചോദിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അല്ല, അങ്ങനെ സേഫ് ആയിട്ടല്ല, അല്ല അതിന് പറഞ്ഞൊരു കുഴപ്പമില്ല. ഞാൻ റെഗുലറായിട്ട് കാണാത്തോണ്ട് പോസിറ്റീവ് ആണെന്നൊന്നും എനിക്കറിയില്ല. സുഹൃത്തല്ലാവുന്നില്ല. അനുമോൾ നമ്മളെ സ്റ്റാർ മാജിക്കിൽ 8 വർഷം എൻ്റെ കൂടെ ഉണ്ടായിരുന്നതാണ്. പോകുന്നതിന് മുമ്പ് വിളിച്ച് അനുഗ്രഹമൊക്കെ മേടിച്ചിട്ട് ഞാൻ കയറാൻ പോണിച്ചേട്ടാ എന്ത് പറയണമെന്ന് ഞാൻ പറഞ്ഞ ലാലേട്ടൻ ലാലേട്ടൻ അദ്വൈതം പറഞ്ഞു.